എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. കടശാനെ ഓർത്ത് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. സാമ്പത്തികമില്ലാത്തതിന്റെ പേരിലാണ് ശസ്ത്രക്രിയ നടക്കാതിരുന്നത്. നാട്ടുകാരെ കൊണ്ട് കഴിയുന്ന പരമാവധി അവർ സഹായിച്ചിട്ടുണ്ട്. ഇനി അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ലത്തീഫ് എന്ന് പറയുന്ന ഈ സഹോദരനെ വീണ്ടും കൊണ്ടുവരുന്നത്. കൈ വെടിയരുത്. പരിശുദ്ധമായ ഈ മാസത്തിൽ നിങ്ങൾ സഹായിക്കാൻ അർഹതയുള്ള ഒരു കുടുംബത്തെയാണ് ഞാൻ മുന്നിലേക്ക്. അഞ്ചലിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി വന്നിരുന്ന അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന 48 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരന്റെ കുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ആ സഹോദരൻ ഇന്നും ചെന്നൈയിലെ MGM ആശുപത്രിയിൽ കിടക്കുകയാണ്. 2 മാസത്തോളമായിട്ട് 4 തവണയാണ് ഇദ്ദേഹത്തിന് ഓർഗൻ വന്നിട്ട് സർജറി നടക്കാതെ പോയത്. ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് എന്താ അറിയോ, അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അബ്ദുൽ ലത്തീഫിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ അടിയന്തരമായിട്ട് ഓർഗൻ മാറ്റിവെച്ചേ പറ്റൂ. മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത് സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തില് നിങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 100% അർഹതപ്പെട്ട ഈ സഹോദരനെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണ് ഇന്നും ഇവിടെ കിടക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, 2 മാസമായി ഞാൻ എൻ്റെ മകളെ കണ്ടിട്ട്, എൻ്റെ മകളെ ഒന്ന് കാണാൻ എനിക്ക് തോന്നുന്നു. ഈ സഹോദരൻ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം നാളെ കണ്ണീരിലാവും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്ന അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കരസ്പർശത്തിൽ കൂടി മാത്രമേ അദ്ദേഹത്തിന്റെ കുടൽമാറ്റ ശസ്ത്രക്രിയ 60 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും ആത്മാർത്ഥമായിരിക്കുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അതീതമായി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പത്തരിയിൽ ചികിത്സയിൽ കഴിയുന്ന ലത്തീഫിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന